So hello guys, welcome back to another video. So guys, നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രോ ടിപ്പിംഗ് ആണ് കാർബൺ ഫൈബറിൽ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതിൻ്റെ മെയിൻ സാധനം ആക്ടിവേറ്റർ വേണം. ഇത് നമുക്ക് ഫിലിം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവേറ്റർ, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് ഗ്ലോസി സ്പ്രേ പെയിൻറ്റ്. നമുക്ക് ബേസ് കോട്ടായിട്ടാണ്. നമുക്ക് ഡാർക്ക് വേറെ ഏത് കളർ ഉണ്ടെങ്കിലും നമുക്ക് ഫിലിമിൻ്റെ ഒപ്പം, ഇതിപ്പോൾ ഞാൻ കൊടുത്തത് സിൽവർ ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഏത് ഫിലിം വേണമെങ്കിൽ മാച്ച് ചെയ്യാൻ, കളർ വേണമെങ്കിൽ മാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കൊരു ക്ലിയർ കോട്ടും വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഫൈബറിലാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രൈമറും വേണം. എനിക്ക് തൽക്കാലം അത് കിട്ടിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം സാൻഡ് ചെയ്ത് പെയിൻറ്റ് പിടിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ക്ലിയർ കോട്ട്, 2 സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളത് കളയാൻ വേണ്ടി. പിന്നെ ഒരു 1000-ൻ്റെ ഒരു സാൻഡ് പേപ്പറും ഉണ്ട്. പിന്നെ ഒരു ക്ലോത്ത് സാൻഡിങ് കഴിഞ്ഞ് പെയിൻ്റ് അടിച്ച് തീർക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പെയിൻ്റ് ഒന്ന് ക്ലിയർ ആയിട്ടിരിക്കാമെന്ന് മൂടി വയ്ക്കാനായിട്ട് എന്തെങ്കിലും സെറ്റപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഷീറ്റ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഷീറ്റ്. ഇതാണ് കാർബണിൻ്റെ പാറ്റേൺ. ഈ ടൈപ്പ് സ്പെസിഫിക് കാർബണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നതായിരിക്കാം നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ ചെറിയൊരു സിൽവറിൽ നമുക്ക് അതിൻ്റെ പാറ്റേണും കിട്ടും. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണെന്ന് വെച്ചാൽ അതും കൊടുക്കാം. ഇതാണ് നമ്മുടെ ലോഗോ. നമുക്ക് ഇനി ജസ്റ്റ് സാൻഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് കോട്ടടിച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. നോക്കാം. സോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു കമ്പി കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഡിപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന്. അതുപോലെ തന്നെ ഞാൻ സാൻഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ഇതിൽ നമുക്ക് മുകളിൽ ഒരു 2 കോട്ട് എങ്കിലും ബ്ലാക്ക് ഗ്ലൂസ് അടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഡിപ്പ് ചെയ്യാനുള്ള ഷീറ്റിനെ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സൈസിൻ്റെ ഏകദേശം ഒരു സൈസ് കിട്ടാൻ വേണ്ടി ഒരു ഇതുണ്ട്, ബോക്സിൻ്റെ അടപ്പ്. അപ്പോൾ ഇത് കാര്യം ഞാൻ അതിലിട്ട് വെച്ചാണ്. അപ്പോൾ കറക്റ്റ് ഏകദേശം ഇതിൻ്റെ സൈസ് ആയിരിക്കും. നമുക്ക് എന്നാലും ഇതിന് കുറച്ച് കൂടുതൽ കിട്ടാവുന്ന രീതിയിൽ കട്ട് ചെയ്യണം. അതിനൊപ്പം തന്നെ നമുക്ക് ടേപ്പ്, ചിലപ്പോൾ ഈ മാസ്കിൻ ടേപ്പ് ഒരു ആവശ്യം വരും. അത് പറയാൻ മറന്നുപോയി. മാസ്കിൻ ടേപ്പ് നമുക്ക് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ അത് ആക്ടിവേറ്റർ ഇട്ട് കഴിയുമ്പോൾ ഈ ഫിലിം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ചുറ്റും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ടേപ്പും വേണം. നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇനി ഓരോരോ വരവ് ഇട്ട് കൊടുക്കാം. ഈ ഫോൾഡായി വരുന്ന സൈഡിൽ അതെപ്പോഴും മുകളിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ചെറുതായിട്ട് കയ്യിൽ ഇത്തിരി വെള്ളമായിട്ട് തമ്പിൻ്റെ ഇവിടെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പയ്യെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കുന്ന ഭാഗം അതാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോണത്. ഇപ്പോൾ ഈ സൈഡേക്ക് ഒട്ടി പിടിച്ച് വെള്ളത്തിൽ പോണത് എപ്പോഴും ഈ റോളായി വരുന്നത് മുകളിലും. അത് എല്ലാത്തിലും അങ്ങനെ ആയിരിക്കും തോന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് മിക്ക ഇതിലും ഇങ്ങനെ തന്നെ. നമുക്ക് നമ്മുടെ ലോഗോ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി ഗ്ലോസിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് എപ്പോഴും കൂടുതലും നമുക്ക് ആവശ്യത്തിന് എപ്പോഴും കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഡിപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ എടുക്കാം. tired trying at the same shit.
ഇവിടെ വെച്ച് എനിക്ക് ചെറിയൊരു പണി കിട്ടി. അതായത് നമ്മളെപ്പോഴും ഫിലിം വെക്കുന്നതിന് മുന്നേ ഒരു ചെറിയ ലൂക്ക് വോം വാട്ടറിലാണ് നമുക്ക് വെക്കേണ്ടത്. അതായത് ഈ ടാപ്പ് വാട്ടറിൻ്റെ ഒപ്പം കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ആ ഫിലിം മര്യാദയ്ക്ക് ഡിസോൾവ് ആവില്ല. അപ്പോൾ എനിക്കത് ചെറിയൊരു പണി കിട്ടി. അത് കാരണം അത് കിട്ടിയതിൻ്റെ കാരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മുകളിലൊരു സ്റ്റിക്ക് ഇതിൻ്റെ മുന്നത്തെ കോട്ടിങ് കിടക്കേണ്ട വെള്ളത്തെ ഡിസോൾവ് അത് പയ്യൊന്ന് വെള്ളമടിച്ച് ആ മുകളിലെ കോട്ടിങ് മാത്രമായിട്ടൊന്ന് കളയണത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതും അതും വേറെ വേറെയാണ്. അതായത് ഇതെനിക്ക് വീണ്ടും എല്ലാം രണ്ടേന്ന് തുടങ്ങേണ്ടി വന്നു. ബിക്കോസ് ചെറിയ പെയിൻറ്റ് ചിപ്പിങ്ങും വന്നു. അത് വന്നതുകൊണ്ട് എനിക്ക് രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ചെയ്യേണ്ടി വന്നത്. ഇതായിട്ട് രണ്ടാമത് വീണ്ടും കോട്ട് ചെയ്ത് രണ്ടാമത് എടുത്തതാണ്. ഇങ്ങനെ പയ്യൊന്ന് വെള്ളത്തിൽ ഒടിച്ചാൽ മതി. ഈ പുറത്തുള്ളൊരു സോഫ്റ്റ് ഒരു ഗ്ലൂസി ടെക്സ്ചർ ഉണ്ട്, അതൊന്ന് പോണ വരെ കൂടുതൽ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് പോവും. പയ്യെ തൊട്ട് വരയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡിപ്പിങ്ങും എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു മാറ്റ് ഫിനിഷിലിപ്പോൾ നിൽക്കണേ. ഇനി ഇതിൻ്റെ ഒരു ക്ലിയർ കോട്ടും കൂടി അടിച്ച് ഇതൊന്ന് ഷൈൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ സോ അപ്പോൾ ഇനി നമുക്കിത് ക്ലിയർ കോട്ടും കൂടി അടിക്കേണ്ടതുള്ളൂ. ഒരു 2-3 കോട്ട് ക്ലിയർ കോട്ട് നമുക്ക് 2 അല്ലെങ്കിൽ 2 മതിയാവും. എന്നാലും ഇനി ആ ഒരു ഗ്ലോസി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു 3ാമത്തെ കോട്ടും കൂടി അടിക്കാം. 2 ഇത് ക്ലിയർ കൂടി അടിക്കാം. ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിലെ സാധനം കളയണമെന്ന് നമുക്ക് ഇതൊക്കെ കാര്യം നടത്താം. സ്ലോ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞു. 2 കോട്ട് ക്ലിയർ അടിച്ചുകൊണ്ട് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഉദ്ദേശിക്കാൻ കാലം